എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ ഒരു അസുഖത്തിന് എത്ര രൂപ വരും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ 2026 ഓഗസ്റ്റ് മാസം 7-ാം തീയതി എൻ്റെ ഒരു കസ്റ്റമർ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു കസ്റ്റമറുടെ മകന് ആശുപത്രിയിൽ അഡ്മിഷനായി. അഡ്മിഷൻ ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പനി ഉണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടുണ്ട്, കൊച്ചിനെ കിടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ അവർ കുട്ടിയെ കിടത്തി. 6 ദിവസം ആ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 6 ദിവസം കഴിഞ്ഞ് ഈ ബില്ലുകളെല്ലാം ഇൻഷുറൻസിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു, നിങ്ങൾക്ക് ക്ലെയിം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ചു, എന്തുകൊണ്ടാണ് തരാൻ പറ്റാത്ത? ഞാൻ 6 ദിവസം കിടന്നു, എൻ്റെ കുട്ടീനെ ഞാൻ ചുമ്മാ ഒന്നും കിടത്തില്ല എന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കത് കിട്ടിയില്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, തേർഡ് ഓപ്ഷൻ ഉണ്ട്, ഫോർത്ത് ഓപ്ഷൻ ഉണ്ട്. പല രീതിയിൽ നമുക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. ഒരു അഡ്വൈസർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം, പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എത്രയാണ് പൈസ ആയതെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവർക്ക് ബില്ല് വന്നു. ബില്ല് എത്ര വന്നത് നിങ്ങളൊന്നും അറിയണ്ടേ? 88,000 രൂപയാണ് അവർക്ക് ആശുപത്രിയിൽ ബില്ലായത്. 88,000 രൂപ ബില്ലായി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ഭുതമായിപ്പോയി. ഇത്രയും രൂപ ബില്ല് വന്നിട്ടും ഇൻഷുറൻസ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. ഏതായാലും റീഇംബേഴ്സ്മെന്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചു. ഡോക്ടറെ സൈൻ എല്ലാം ചെയ്ത് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാനതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു, എന്താണ് സംഭവം എന്നുള്ളത്. ആ സംഭവം ഞാൻ നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മൊത്തം 88,000 രൂപ ബില്ല് വന്നതിൽ മെഡിസിൻ്റെ എമൗണ്ട്, ആ കുട്ടിക്ക് ആശുപത്രിയിൽ കൊടുത്ത മരുന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 2,500 രൂപയുടെ മരുന്നുകൾ മാത്രമാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത് റൂമിൻ്റെ റെന്റ്, കുറേ ടെസ്റ്റുകൾ, പിന്നെ സ്പോഞ്ച്, സിറിഞ്ച്, മാസ്ക് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആശുപത്രിക്കാർ എങ്ങനെയാണ് ബില്ലിടുന്നത്. ഇത് ഞാൻ എന്തായാലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം നിലവിൽ റീഇംബേഴ്സ്മെന്റ് കൊടുത്തിട്ട് കമ്പനി തന്നില്ല എങ്കിൽ ഗ്രീവൻസ് ആയിട്ടും ഓംബുഡ്സ്മാനായിട്ടും കൺസ്യൂമർ കോർട്ടായിട്ടും എനിക്ക് എന്തായാലും എൻ്റെ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്യും. പക്ഷേ ഒരു ഇൻഷുറൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ, ഒരു പനി വന്നിട്ട് ഇവിടെ 88,000 രൂപ ബില്ല് വന്നിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇത്രയും കൂടെ മേജറായിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ആശുപത്രിക്കാർ വാങ്ങിക്കുന്നത്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും നമ്മളിൽ പലർക്കും അറിയില്ല. ഇത് എങ്ങനെ വന്നു, എവിടെ ചോദിക്കും, ആരോട് ചോദിക്കും? അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് നല്ല ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതേപോലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാതിരിക്കും. പക്ഷെ നിങ്ങൾ ഇതേപോലുള്ള ഏജന്റുമാരുടെ ഇതാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ആ കാശുകൾ അവർ വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പേടിയില്ലാതെ, ഭയമില്ലാതെ ആശുപത്രിയിൽ പോകാനായിട്ട് അത് സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിക്കും ശരിയായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആശുപത്രിയിൽ കിടക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കാവുള്ളൂ. അല്ലാതെ ചെറിയൊരു പനിയോ ഒരു തലവേദനയോ വന്നു എന്ന് വിചാരിച്ച് ഓടിപ്പോയി ആശുപത്രിയിൽ കിടന്നാൽ ഒറ്റ ബില്ല് തന്നെ ലക്ഷങ്ങൾ വരും. കെയർഫുൾ.